ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ സണ്ണിചാരൻ അവിടെ ജാതിക്കായ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുമ്പോഴാണ് ഈ കായകൾ മൊത്തം വീഴുക. ഇതാണെങ്കിൽ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാഴുമാണ്. എന്താണല്ലേ ഇതിന്റെ സിസ്റ്റം? ഫുൾ ഇത് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ഇത് എന്താ സാധനം, എന്ത് കുരുവാന്ന്. ഇത് ജാതിക്കുരുവാണ്. ഇച്ചിരി നീങ്ങുന്ന ഇച്ചിരി ലൈറ്റ് ഉണ്ടാവുമായിരുന്നു. ഇവിടൊക്കെ ഇങ്ങനെ കിടക്കാം. കായയുടെ തൊണ്ടൊക്കെ അടിച്ചു വാരി കളയണം. ഇത് ജാതിക്കുരുവാണ്. ഇതിൻ്റെ ഉള്ളിലാണ് കുരുവുള്ളത്. ഇതാണ് ജാതിക്കുരു. ഇതാണ് ജാതിക്കുരു. ഇത് ജാതിപത്രി. ഇതിനാണ് പൈസ കൂടുതൽ. ഇതിന് ഇതിൻ്റെ അത്ര പൈസയിലും ഇതിനും നല്ല വിലയുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ കുരുവിനാണ് വില. കുരുവിനല്ല വില, ഇതിനാണ് വില. അല്ല മറ്റേതിന് ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഒരു പരിപ്പ് ചൂടാക്കി ഉണക്കി കുരുവായിട്ട് കൊടുത്താൽ റേറ്റ് കൂടുതൽ. വേറൊരു കുരു കൂടി ഉണ്ട്. ഇത് പൊട്ടിച്ച് അതിന്റെ കുരു കൊടുത്താൽ ഇത്തിരി പൈസ കൂടുതൽ കിട്ടും. പക്ഷെ കഷ്ടപ്പാടാണ്. നമ്മുടെ നോർമലി ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കാറ്. ചില സമയങ്ങളിൽ ഇങ്ങനെ ഉള്ളിലത്തെ പൊടിച്ച് പരിപ്പൊക്കെ എടുക്കാറുള്ളൂ. അപ്പൊ ഇത് പത്രി. അപ്പൊ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മസാലപ്പൊടികളിലൊക്കെ കാണും. ഇതും കണ്ടിട്ടുണ്ടാവും. ഈ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ചിലപ്പോൾ പലർക്കും മനസ്സിലാവാത്തത് എന്താ സാധനം കേട്ടോ. അപ്പൊ ഇത് ഞങ്ങള് പറക്കലാണ് ഞങ്ങളുടെ പണി രാവിലെ തന്നെ. ഇപ്പൊ ഇവിടെ എല്ലാ ദിവസവും പറക്കാറില്ല. മിക്ക ദിവസവും ഈ പത്രി കിട്ടില്ല. പത്രി ഒരു ദിവസം കഴിയുമ്പോഴേക്കും ചീഞ്ഞു പോകും. ഇതിപ്പോ പറക്കില്ലെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും അതിന്റെ പരിപാടി തീരും. അത് ജസ്റ്റ് വെറുതെ ഒന്ന് നനവടിക്കുമ്പോഴേക്കും പാടിപ്പോകും. ചൂടുണ്ട്. എന്നാലും ചെറുതായിട്ട് പാടം മുകളിൽ കെട്ടിട്ടുണ്ട്. കാപ്പിയാണ് കേട്ടാ. ചനയേട്ടൻ കാപ്പിയും ചായയൊക്കെ ഒഴിവാക്കിയതായിരുന്നു. ഞാൻ വീണ്ടും കാപ്പി ചായയിലേക്ക് കൊണ്ടുവന്നു. അത് നമുക്കത് വീണ്ടും ഒഴിവാക്കാം. വേഗം പറക്കിട്ട് പോവാം. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നാച്ചുറൽ ഫുഡാണ്. നാച്ചുറൽ ഫുഡ് മീൻസ് പഴമയെ ഓർമ്മിപ്പിക്കുന്ന ഭക്ഷണം. എന്തായിരിക്കും? അതന്നെ, കുഞ്ഞി ചേമ്പ് കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും ഉപ്പേരി വയ്ക്കാനും ഇറച്ചിലൊക്കെ ഇട്ട് വയ്ക്കാൻ അടിപൊളിയാണ്. മറ്റേ ചാളക്കറിയിലൊക്കെ ഇട്ട് വയ്ക്കാൻ അടിപൊളിയാണ്. പക്ഷെ നമുക്കൊന്ന് പുഴുങ്ങി കഴിക്കാം. കാന്താരി മുളക് ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. കാന്താരി മുളക് ഇട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം. ഈ ജാതിക്കായ കിടക്കണ തന്നെ നിറച്ചും എലിയൊക്കെ കിടക്കണ മറ്റേ ഇത് വരാൻ കൂടുതൽ കൊതുക് ഭയങ്കര കൂടുതലാണ്. പക്ഷെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും ഇല്ല കേട്ടോ കൊതുക്. പക്ഷെ നമ്മൾ ഈ പരിസരത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ മേല് മൊത്തം കുത്തും കൊതുക്. അല്ല ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതേ ഇതിൻ്റെ മുകളിലിരിക്കണ്, ഷീറ്റിൻ്റെ മുകളിൽ തുമ്പത്ത്. ചേട്ടൻ പറക്കിയിട്ട് പോയോ കേട്ടാ. ഞാൻ പോണേ. കണ്ട ഇത് ഇന്നലെ പറക്കാത്തതാ, ചീഞ്ഞ്. പക്ഷെ എന്നാലും നമുക്ക് ഉണക്കി കൊടുത്താലും അതിനും കാശ് കിട്ടും. ഉണക്കി കൊടുത്താലും കിട്ടും കേട്ടാ. ചീഞ്ഞതാണെങ്കിലും ആ ഒരു ഡ്രൈ ആക്കി പൊടിഞ്ഞ ഒരവസ്ഥയിലാണെങ്കിലും നമുക്ക് കാശ് കിട്ടും. ഈ ജാതിക്കായ തന്നെ പല സൈസിലുണ്ട്. ഇത് കണ്ടോ, ഇത് ചെറിയ കായാണ്. ഇതിൻ്റെ ഈ പത്രി എന്ന് പറയുന്ന ഇതും ചെറുതാണ്. പക്ഷെ ഇത് ഇത്തിരി വലിയ കായാണ്. ഇതിൻ്റെ പത്രിക്കും അതുപോലെ തന്നെ വെയിറ്റ് കൂടുതലുണ്ട്. കാരണം നല്ല കനത്തിലല്ലേ ഇതുള്ളത്. ഇത് അതിലും വലുതാണ്. ഇതിൻ്റെ പത്രിയും അതേപോലെ കനം കൂടിയതാണ്. അപ്പം അങ്ങനെ വലിയ വലിയ കായ ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് തൂക്കം കൂടുതലുണ്ടാവും. കുറച്ച് മതി. അപ്പോൾ അതന്നെ വേറെ ഒന്നുമില്ല. വലുതായിട്ട് കുറച്ച് കിട്ടുമ്പോഴേക്കും വെയിറ്റ് ആവും, 1 കിലോയ്ക്ക് ആവും. അല്ല ചെറുതാകുമ്പോൾ കുറേ വേണ്ടി വരും. അപ്പൊ ഇത് നമ്മുടെ കുഞ്ഞി ചേമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ഉപ്പേരി ഉണ്ടാക്കി സൂപ്പറാണ്. ഉപ്പേരി ഉണ്ടാക്കി മതിയാ. പുഴുങ്ങി കഴിക്കല് നമ്മള് 4 മണി സമയത്തൊക്കെയാണ് ഞങ്ങൾ എപ്പോഴും പുഴുങ്ങി കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കല് കുറവ്. അങ്ങനത്തെ പണ്ടൊക്കെ കഴിക്കാറുണ്ടാവുമായിരിക്കും. മധുരക്കിഴങ്ങ് അമ്മ സ്കൂളിൽ വരുമ്പോ മധുരക്കിഴങ്ങ് പുഴുങ്ങി വെക്കാറുണ്ട്. പലരും മധുരച്ചേമ്പ് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ. ഒരു ലൈറ്റ് ചുവന്ന കളറായിട്ടുള്ള ഒരു കിഴങ്ങ്, മരക്കിഴങ്ങല്ല. എനിക്ക് മിക്കപ്പോഴും കിട്ടാറുണ്ട്. എനിക്കും ചേച്ചിക്കും ഇത് ശരിക്കും ചേമ്പ്. ശരിക്കും ഉപ്പേരിക്ക് സൂപ്പറാ.
മറ്റേത് ശരിക്കും നമ്മുടെ കൊള്ളിക്കിഴങ്ങുണ്ടല്ലോ, കപ്പയുടെ പോലെയൊക്കെ ഇരിക്കണ ഒരു ചെറിയൊരു ചോന്ന കളർ, റോസ് കളർ, ഇതേപോലത്തെ ഒരു കളറൊക്കെ ആയിട്ട്. ഇപ്പൊ ഇങ്ങനെ വീടുകളിലൊന്നും അങ്ങനെ കാണാറില്ല. ചെറിയ നല്ല മധുരം ഉണ്ടാവും ചിലതിനൊക്കെ. അതെ അതെ, അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ചേമ്പ് പോലെ ഇങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്, ഒന്ന് പടർന്ന് കയറി പോണ ടൈപ്പ് ഉണ്ട്, വള്ളിച്ചേമ്പ് അങ്ങനെയൊക്കെ എന്തൊക്കെ പേരുകളൊക്കെ ഉണ്ട്. ചീഞ്ഞു പോലൊക്കെ വിടും വെള്ളം കാരണം. നമുക്ക് ഇതെല്ലാം നടന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെ എന്ത് കേട്ടാലും ഇതൊക്കെ കൊറേ വർഷങ്ങൾ കഴിയുമ്പോ കാണാനും കിട്ടായിരിക്കില്ല ശരിക്കും. ഇത് പൊടിച്ചേമ്പ്, ഇതിന്റെ പേര് പൊടിച്ചേമ്പ് എന്നാണ്. പൊടിച്ചേമ്പ് എന്താ സുലഭമായി കിട്ടിയോണ്ടിരുന്ന വീട്ടിലുണ്ടായിരുന്ന സാധനം. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് തന്നെയായിരുന്നു കഴിക്കാറ്, കാശ് കൊടുത്ത് മേടിക്കണം അല്ലേ. അരി പറഞ്ഞ പണ്ട് ഉള്ള വീടുകളിലൊക്കെ ഇത് തന്നെയായിരുന്നു അവരുടെ മെയിൻ ഭക്ഷണമൊക്കെ. ഇപ്പോഴല്ല അത് ഇതൊക്കെ ആയിട്ട് വന്നു തുടങ്ങിയത്. ഇത് പുഴുങ്ങിയ പോരെ, പുഴുങ്ങിട്ട് നീ എങ്ങനെ പ്ലാൻ ചെയ്തു? അങ്ങനെ ചെയ്തു. ഞാൻ വിചാരിച്ചത് പുഴുങ്ങിട്ട് കാന്താരിമുളക് ഇട്ട് ചമ്മന്തി അങ്ങനെ ചെയ്തോ. ഗ്രേസ് ചെയ്യാനാണെങ്കിൽ കഴിക്കാം. ഞങ്ങൾ അപ്പോഴും നമ്മള് ഉപ്പേരി ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കറികളുടെ കൂടെ മിക്സ് ചെയ്യും, ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്യാതാണ് പരിപാടി. ഇതാവുമ്പോ ഇപ്പൊ അമ്മയെ കാണുമ്പോൾ സന്തോഷം. ഇങ്ങനെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്കൊക്കെ. അപ്പൊ ചേട്ടൻ ഇതൊന്ന് നന്നാക്കോ അതോ ഉള്ളി നന്നാക്കോ? ഞാൻ ഇത് നന്നാക്കിക്കോളാം. ഇതാണ് സിമ്പിൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാം. ഞാനിത് നന്നാക്കിക്കോളാം. തൊലി കളഞ്ഞാ പോരെ? അതെ, തൊലി കളഞ്ഞൊന്ന് കഴുകി വേവിച്ചാ മാത്രം. എന്നാ പിന്നെ ഞാൻ തന്നെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്തോണ്ട്. എന്റെ ജാതിക്കായോടെ ഇരിക്കുക, ബാക്കിയുള്ള ചെയ്താൽ മതി. മുളക് ഇട്ട് വേണി ഉള്ളി നന്നാക്കാം, ഏതോണേലും ചെയ്യും. ചേട്ടന്റെ ഏകദേശം ചെയ്താൽ ചേട്ടൻ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഇത് നന്നായിക്കോ. ഞാനപ്പോ വേഗം കാന്താരിമുളക് പൊടിച്ചിട്ട് വന്നാലോ ആദ്യം. പൊടിച്ചിട്ട് കൊണ്ട് വെക്കാം മഴവനെയൊക്കെ ആവുമ്പോ. മഴ പെയ്യാണ്ട് ഇന്ന് വെയിലുള്ള ദിവസം വരും, വീണ്ടും വരും, എന്നെ വിശ്വസിക്കൂ. നോക്കാം, ചേട്ടാ നേരം പ്രവചിച്ചിട്ട് ഇന്ന് വെയിലായിരിക്കും. അതെ, ഇന്ന് വെയിൽ ദിവസമാണ്. വീടിന് കുറെ തുണികൾ ഉണക്കാനുണ്ടെന്നാ പറഞ്ഞത്. കോഴിയുടെ അടുത്ത കുഞ്ഞും പോയാ കണ്ടോ? ഇവര് കണ്ടോ? ഇവര് ഈ പുറത്തേക്ക് കോഴികളെ അവിടെ വിട്ടിട്ട്, അല്ല 2 പേരുണ്ട് ഇവരുടെ ഉള്ളിൽ കൂടെ തന്നെ. ഇവര് ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ ഓട്ടയെ കൂടെ ചാടി ഇങ്ങോട്ടൊക്കെ പോവും, അങ്ങോട്ട് പോവും, അതേപോലെ ആ പ്ലാവിന്റെ ഇടയ്ക്കിലേക്കൊക്കെ പോവും. കാക്കയല്ല, എയർലാൻ. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് എടുത്തിട്ട് പോയത്. തള്ളക്കോഴി അവിടെയായിരുന്നു, കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കായിരുന്നു. അങ്ങനെ എടുത്തിട്ട് പോയതാ. അതിന്റെ കുരുക്കൾ ഇങ്ങനെ വീഴാൻ മോളിന്ന്. അന്ന് ഞാൻ കാണിച്ചു തന്ന ചക്ക മഴയ്ക്ക് പൊട്ടിച്ചോ. ഒന്നില്ലെങ്കിൽ സ്റ്റീവ് എനിക്കും വേഗം പൊട്ടിക്കാം. അത് ചീത്തയാ. നമ്മള് നല്ല കൂണുകളൊന്നും പണ്ടൊക്കെ ഉണ്ടാവാറില്ലേ ഇവിടെ? ഈ പാടത്ത് തെങ്ങിന്റെ കടക്കൊക്കെ മുളച്ചു തന്നെയാണോ? ഇതില്ലല്ലേ, നല്ല പഴുത്ത ഇത്. ഇപ്പൊ കിളികളൊന്നും അധികം കാണുന്നില്ല. കിളികൾക്ക് മഴ പെയ്തപ്പോ ഇഷ്ടംപോലെ സാധനം കിട്ടാനുണ്ട്. റെസ്റ്റിലാന്ന് തോന്നുന്നു. കേട്ടോ, ആ ചക്ക നമുക്ക് വേണമെങ്കിൽ മറ്റേ ഇടിയൻ ചക്ക ഉണ്ടാക്കാൻ പറ്റുന്ന ചക്കയാണ്. ഫസ്റ്റ് ഉണ്ടാവണ ചക്കയല്ല, ഉണ്ടാവട്ടെ. അല്ല, ആ ഒരു ഇതായിട്ടുണ്ട്. ഇത് കഴിയുമ്പോഴേക്കും അത് ഉണ്ടാവുന്നതാണ്. ഈ ചക്ക ഇടാൻ പറ്റുമോ നമുക്ക്? ഈ ചക്ക ഹൈറ്റിലല്ലേ? ചിലപ്പോൾ പഴുത്താണ്ടാവും. നല്ല നല്ല രസമുണ്ടായിരുന്നു. മഴ പെയ്തിട്ടാണെങ്കിലും ചക്ക കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. വെള്ളം കയറാത്തൊരു ഇതുപോലെ തന്നെയായിരുന്നു പ്രാവശ്യത്തെ ചക്ക. അല്ലെങ്കിൽ എപ്പോഴും ആവശ്യമുള്ളത് പൊടിച്ചാട്ടോ, എല്ലാവരും പൊടിച്ചു തരും. നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന. പക്ഷെ നല്ല പഴുത്തില്ല ചേട്ടാ. ഇനിയിപ്പോ ഇവിടെ നിർത്തണ്ട, പഴുത്തത് മാത്രം പൊട്ടിക്കും, പച്ച വേണ്ട. എന്താ നല്ല സൂപ്പറായിട്ട് പഴുത്തതൊക്കെ പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ ചീത്തയായി പോകും. ഇതൊക്കെ
അതെ, ഒന്ന് രണ്ടൊക്കെ നിന്നോട്ടറി. എപ്പോഴേലും പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഒന്ന് പൊട്ടിക്കാനായിട്ട്. പഴുത്തൊക്കെ ഏകദേശം തീർന്നു. മേലിട്ടോ അതുമേ കൂടി നോട്ടെ കേട്ടോ. അവിടുത്തെ ആ, ഇവിടെ നമ്മുടെ ഉണ്ടമുളകുണ്ടല്ലോ, അത് 3-2 ഉണ്ടായിരുന്നു. ഏയ്, ഞാൻ ഇന്നലെ കണ്ടതാ. ആ, ഇവിടെ വരെ വെള്ളായി. വാടിണ്ട്. നീ എന്താ അവിടെ നിൽക്കണേ? അവനിപ്പോ എനിക്കൊന്നുമില്ല. ഓ, ഒരു കപ്പങ്ങ പോയിടിയേ. ഇതാ അമ്മ, അതെത്തില്ല. ഇവിടെ ഉണ്ട് ഒരെണ്ണം. ഇത് കൊത്തിയോന്ന് അറിയില്ല. എന്റെ അമ്മ എത്തോ നോക്ക്, ശരിക്കണ്ട. ശരിക്കും നമ്മളെ ഒരു കമന്റിൽ വന്നായിരുന്നു ഇപ്പൊ അവര് മേടിക്കണ കപ്പയ്ക്കൊക്കെ വെള്ളത്തിന്റെ ടേസ്റ്റ് ആണെന്ന്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഫീൽ ചെയ്യണില്ല കേട്ടോ. മഴ പെയ്തിട്ടാണെങ്കിലും. ആരാന്ന് ഞാൻ മറന്നുപോയി, പേര് ഞാൻ മറന്നുപോയി. ആരായിരുന്നോന്നറിയില്ല. അത് കിട്ടോ? കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുത്തി വേറെ പിന്നെ വരാം ചേട്ടാ. ആ, പിന്നെ വരാം. ആ, ഒന്ന് പൊട്ടി. ആ, നമുക്ക് പൊട്ടിക്കാം. ഹെലികോപ്റ്ററിനെ കാണാനേ ഇല്ല. കശുവണ്ടി ഉണ്ടായി നിൽക്കണ്ട കേട്ടോ അപ്പുറത്ത്. അപ്പൊ നമ്മുടെ കാന്താരി മുളകും മറ്റേ നല്ല ഈ മുളക് ഉണ്ടെങ്കിൽ ഇഷ്ടം. ആ മറ്റേ നെയ് മുളകിനേക്കാളും ടേസ്റ്റ് ഈ മുളക്. ഈ നമ്മുടെ മുളക് അഹങ്കാരത്തോടുകൂടി യാത്ര. പിന്നെ വേഗം നമ്മുടെ ചേമ്പ് പുഴുങ്ങാം. അപ്പൊ നമ്മുടെ എക്കോപീഡിയ എഴുതിയിട്ടുണ്ട്. താങ്ക് യു. ഇപ്പൊ നന്നാക്കിണ്ടോ? ആ സിങ്കിന്റെ സൈഡിൽ വെച്ചോ. എന്തായാലും നമുക്ക് എടുക്കണ്ടല്ലേ. പാത്രം കഴുകാണ്ട് ലാസ്റ്റ് കഴുകാം. ചേട്ടൻ ചെയ്തോ, ഞാൻ ചെയ്യാം. ഇത് ഇന്നലെ പൊടിച്ച കപ്പങ്ങയുണ്ട്. ഇന്നലെ മിഞ്ഞാന്ന്. ഇത് ഇച്ചിരി നാളെ ഒക്കെ ആവുമ്പോ അതിപ്പോ ഓൾറെഡി ആയിട്ടുണ്ടാവും. കളർ നോക്കണ്ട. ഇതിന് ശരിക്കുള്ള മഞ്ഞ, അത് ഇച്ചിരി ലൈറ്റ് മഞ്ഞ. ലൈറ്റ് മഞ്ഞ. എന്തായാലും എല്ലാം കൂടി ഇരിക്കണ കാണാൻ രസമുണ്ടല്ലേ. കാണാൻ രസമുണ്ട്, തിന്നാൻ രസമുണ്ട്. കറിവേപ്പിലും കൂടെ കാണാറുണ്ട്. ഒന്ന് ഞാൻ കാല് കഴിഞ്ഞേക്കാകുമ്പോ പറയാമെന്നില്ല വിടുവോ? ഞാൻ പോയിക്കോളാം. ഇത് കഴിഞ്ഞിട്ട് പോയാ പോരെ? നമ്മുടെ ഈച്ച സ്പ്രേ എത്ര പേര് പരീക്ഷിച്ചു? കൊറേ പേര് മേടിച്ച് നോക്കാം, പരീക്ഷിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊറേ വെള്ളം ഒഴിക്കരുത് കേട്ടോ. അതില് കൊറേ വെള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടപ്പനില് ഒരടപ്പൻ, ആ ചെറിയ കുപ്പി, അതായത് 100 മില്ലിയുടെ കുപ്പിയിലേക്ക് അതിലൊരടപ്പൻ. കൊറേ വെള്ളം ഒഴിച്ച് ചിലപ്പോ ഫലം കിട്ടാൻ ചാൻസ് ഇല്ല. അറിയില്ല. നമുക്ക് നമ്മുടെ പരീക്ഷണങ്ങളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയില്ലേ ഓരോ പ്രൊഡക്റ്റുകള് മാർക്കറ്റിലേക്ക് വരണേ. ഇങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറെ പ്രാവശ്യം പറഞ്ഞിരുന്നത് പുൽത്തൈലല്ല അതല്ല ഇതെല്ലാം പറഞ്ഞിട്ടും മുഴുവൻ വീഡിയോ കാണാത്തോണ്ടാന്ന് തോന്നുന്നു. കുറെ പേര് കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് പുൽത്തൈലല്ലേ. പിന്നെ കമന്റ് വന്നിരുന്നു കർപ്പൂരം പൊടിച്ച് അങ്ങനെ. അതൊക്കെ ഞങ്ങൾ പണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ സ്മെല്ല് വരും, വേറൊരു സ്മെല്ല്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഇതെന്നൊക്കെ പറഞ്ഞ നോർമൽ സ്മെല്ല്, നല്ല ലൈറ്റ് സ്മെല്ലല്ലേ. കൊറേ നേരം നിക്കണില്ല സ്മെല്ല്. അടിച്ച ഒരു കുറച്ച് നേരത്തേക്ക് ഒരു സ്മെല്ല് ഉണ്ടാവും, പിന്നെ അത്രയും സ്മെല്ലില്ല അല്ലേ. പക്ഷെ ഈച്ച 4 മണിക്കൂർ നേരത്തേക്ക് 4 മണിക്കൂർ എന്ന് പറയില്ലേ. പിന്നെ ഈച്ച അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. ഈ ഏരിയയിലേക്ക് വന്നിട്ടില്ലല്ലേ. ഗ്രേസിനെ വിളിക്കായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം.
പാസത്തിന്റെ കേൾക്കാൻ കേൾക്കണ്ട് ഇട്ടിട്ടുണ്ടോട്ടെ. എനിക്ക് കിടക്കണമെന്നു. ഉമ്മി ആരെ പോന്ന് കാണിച്ചേ. ഗുഡ് മോർണിംഗ് ഗ്രേസ്. എന്താ കുഞ്ഞു ചേമ്പിന് ക്ലീനിങ് കഴിഞ്ഞു. കട്ടട പോലൊക്കെ ക്ലീൻ ആക്കി, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ചൊറി പിടിച്ച പോലെ കളറല്ലേ, കളറാണ്. എന്നാലും ചെറുപ്പം ഒരു ബ്ലാക്ക് ഒക്കെ ഉണ്ട്, അത് കുഴപ്പമില്ലല്ലേ. പൊടിച്ചേമ്പ് കേട് മാത്രം കുത്തി കളഞ്ഞോട്ടോ, നോക്കണായിരുന്നു. നുറുക്കണല്ലയോ അപ്പൊ ഒന്ന് നോക്കിക്കോളൂ. ഇതുണ്ടോന്നു ഓട്ടയുണ്ടോന്നു? ഓട്ടൊന്നും കണ്ടില്ല. ഞാൻ കണ്ടതൊക്കെ ഞാൻ കുത്തി കളഞ്ഞിരുന്നു. ഞാനും കണ്ടത് കളഞ്ഞത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടെന്ന് വേവിക്കാം. മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇടണോ? എനിക്ക് അറിയില്ല മോടു. മഞ്ഞപ്പൊടി നമ്മള് വെറുതെ തിന്നാനാണെങ്കിൽ ഇവനെ മഞ്ഞപ്പൊടി പറഞ്ഞേ. കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് വേവിക്കാം. അപ്പൊ നമ്മുടെ ചേമ്പാണ് നമ്മുടെ ഇന്നത്തെ ആഹാരം. അപ്പൊ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വേവി ജസ്റ്റ് തിളപ്പിച്ച് തിളയ്ക്കുമ്പോഴേക്കും വേവുന്നാണ് എൻ്റെ ഒരു തോന്നൽ. അടിക്കണ്ട, തിളയ്ക്കുമ്പോഴേക്കും വേവായിരിക്കും. അപ്പൊ ഇത് തിളക്കട്ടെ. അപ്പൊ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ? ചമ്മന്തി ഉണ്ടാക്കാം. ഗ്രേസ് എണീറ്റ് അവിടെ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാലോ ഇവിടെ. അപ്പൊ ഞങ്ങളിപ്പോ അത് 2 വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ഉച്ചക്ക് 12 മണിക്കും, ഒന്ന് വൈകുന്നേരം 8:30ക്കും. ചില ദിവസങ്ങളില് ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇന്റർനെറ്റ് ചെറിയ ഇഷ്യൂ ഇടയ്ക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പൊ എടുക്കുന്ന വീഡിയോ തന്നെയാണ് നമ്മളിപ്പോ ഉച്ചക്ക് ഇന്നിപ്പോ എടുത്തോണ്ട്. ഇന്ന് എത്രാം തീയതി? 29-ാം തീയതി. ഇന്നിപ്പോ 29-ാം തീയതി എടുക്കുന്ന ഈ വീഡിയോ തന്നെയാണ് ഇന്ന് ഉച്ചക്ക് 12 മണിക്ക് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് ഈ സാധനം അപ്ലോഡ് ചെയ്യാൻ പോണെടുത്ത് കേരള വിഷന്റെ സൈഡിൽ നിന്ന് ഭയങ്കര ഒരു സ്ലോ കിട്ടുന്നുണ്ട് പല സമയത്തും. അപ്പോൾ വീഡിയോ അപ്ലോഡ് ആവില്ല, കുറേ സമയം എടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ വീഡിയോ ഇടയ്ക്ക് 12 മണി കടന്നു പോകണം കേട്ടോ. അല്ലെങ്കിൽ മാക്സിമം 4K അപ്ലോഡ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇപ്പോൾ പറ്റണില്ല. അത് ഇന്നലെ ഒന്നും 4K അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം നെറ്റ് സ്ലോ. അപ്പൊ സമയം ലേറ്റ് ആയതുകൊണ്ട് ഇന്നലെ 1:30 കഴിഞ്ഞു തോന്നുന്നു. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ഇടാറുണ്ട് യൂട്യൂബില്. എന്തായാലും പോസ്റ്റ് ഇടും ഇല്ലാണ്ടെങ്കിൽ. മാക്സിമം 12 മണിക്ക് തന്നെ, ഒട്ടുമിക്ക എല്ലാ ദിവസവും തന്നെ 12 മണിക്ക് തന്നെ വരുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം ഞങ്ങൾ സ്റ്റോക്ക് ഉണ്ടാക്കും. സ്റ്റോക്ക് ആയി കഴിയുമ്പോൾ എങ്ങനെ പോണേ? സ്റ്റോക്ക് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 400 MBPS കണക്ഷനാണ് കേരള വിഷന്റെ യൂസ് ചെയ്യുന്നത്. എന്നിട്ടും നമുക്കൊരു വീഡിയോ കറക്റ്റായിട്ട് ചില നേരത്തൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ കുറേ പ്രാവശ്യം കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു, എന്നിട്ടും ഒന്നും ആവണില്ല. അപ്പൊ എന്തിട്ടായാലും വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് വീഡിയോ ഒന്നും ആയിരിക്കില്ല. ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഫാമിലി വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിച്ചമ്മന്തിക്കുള്ള ഒരുക്കങ്ങളാണ് മീഡു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേമ്പിനെ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ചേമ്പ് ഇങ്ങനെ വേവിച്ച് തിന്നതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇപ്പം ഇല്ല. ഞാനൊക്കെ ഈ അടുത്തൊക്കെ കഴിച്ചത് ഫുള്ളും ചേമ്പ് കറിയാണ്. കൂട്ടാൻ വെക്കില്ല, നമ്മള് കൂട്ടാൻ വെച്ചൊക്കെ കഴിച്ചത്. ഇങ്ങനെ പുഴുങ്ങി തിന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മളെപ്പോഴും അടുത്ത് പുഴുങ്ങി തിന്നേക്കണേ? ആണ് ഞാൻ പറഞ്ഞ, ഞാൻ അങ്ങനെ കറി കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. പുഴുങ്ങി അത് മധുരക്കിഴങ്ങ് എനിക്ക് ഓർമ്മയില്ല എന്ന് ഞാൻ പറഞ്ഞ. എന്റെ ചെറുപ്പത്തിലേക്ക് ഉണ്ടാവുമായിരിക്കും. കാന്താരിമുളകും ചെറിയുള്ളിയും കൂടി ചതച്ചൊരു ചമ്മന്തി എരിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടം കിടന്നു. അതല്ല, ആ എരിവിന്റെ ഒരു ഇതുണ്ടല്ലോ, അതെ. നമ്മളിങ്ങനെ കിടന്ന് തുള്ളി ചാടണം, എന്നിട്ട് കുറെ വെള്ളം കുടിക്കണം.
വാഴല വെട്ടാനായിട്ട് പോയതാ. അപ്പോൾ ഒരു കുടപ്പനും കൂടി കിട്ടിയിട്ടുണ്ട്. വാഴല വെട്ടിപ്പോൾ ഒരു കുടപ്പനും കൂടി കിട്ടിയിട്ടുണ്ട്. ഉച്ചക്കലേക്ക് വെച്ചാലോ? ഇത് കറിയണ്ട കുടപ്പൻ്റെ. അപ്പൊ ഞാൻ എൻ്റെ ഇടയിൽ ചമ്മന്തിയുടെ പരിപാടികളൊക്കെ തീർത്തു. കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ചോറ്, സുറുക്ക, വിനാഗിരി, കുറച്ച് പുളിക്ക് വേണ്ടി. അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാത്രം മതി. ഇല്ല, ഞാൻ നോക്കി പക്ഷെ വെന്തിട്ടില്ല. വിസറൊന്നും ഉണ്ടോ? അതൊന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ വേകും. 100 വേവാനുണ്ട്. ഇനി വിസിലൊക്കെ ഞാൻ പായസം ഇതിപ്പോ ആയിക്കോളും. അപ്പം മിടുവിന്റെ സ്പെഷ്യൽ ചേമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവി വറക്കണ ചേമ്പും കട്ടൻ ചായയും ഫുൾ എന്താണ് നാട്ടിൻപുറം സ്റ്റൈലിലാണ് മിടുന്ന് സെറ്റ് ചെയ്തേക്കണ. ചമ്മന്തിയും ഞാൻ അപ്പൊ അങ്ങനെ വിചാരിച്ചത്. എന്നിട്ട് അവിടെ വന്ന് നോക്കിപ്പോണ്ടാ അതേ കട്ടൻ ചായ പുകയിന് ചൂടുണ്ട്. നോക്കിയാലോ? സ്പൂൺ എടുത്തിട്ടല്ല ഉടച്ചങ്ങോട്ട് ചമ്മന്തി ഇട്ട് മിക്സ് ചെയ്ത് ഗ്രേസിന് ചമ്മന്തി കൊടുക്കണോ? ഗ്രേസിന് ചമ്മന്തി വേണ്ട, നല്ല ചൂടുണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. നല്ല ചൂട്. ഇങ്ങനെ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രേസിന് ചൂട് മാറ്റിട്ട് തരാം. ഓക്കെ. പക്ഷെ ചൂട് അതിപ്പോ എടുത്തിട്ടല്ലേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴേ ചൂട് മാറുള്ളൂ. കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ ചേട്ടനാണ് ഞാൻ തരുന്നത്. ആണോ? അപ്പ അമ്മയ്ക്ക് കൊടുക്കണം, അമ്മ അപ്പയ്ക്ക് കൊടുക്കണം. നല്ല ചൂടല്ലേ? എരിവുണ്ടോ? എരിവ് വേണമെന്നല്ലോ പറഞ്ഞ. എന്റെ പൊന്നോ, ഞാൻ കുറച്ച് ചമ്മന്തി ഇട്ട് തിന്നാച്ചരാ. അടിപൊളിയാ. നോക്കൂ, ഇങ്ങനെ കഴിക്കണം. ലൈറ്റ് ആയിട്ടുള്ള ചമ്മന്തി. ഇതും അടിപൊളി, സൂപ്പർ. ഗ്രേസിന് ഇത് മാത്രം കൊടുക്കും, ചമ്മന്തി കൊടുക്കരുതട്ടോ. ചൂടുണ്ട്, കൊച്ചു തന്നെ കഴിച്ചോ. നല്ല ചൂടുണ്ട്. അതിനുള്ള ചൂടില്ല. എന്റെടാ പാപ്പത്ത് നോക്കി ഉള്ളിയും മുളകും എല്ലാരും കൂടി സൂപ്പർ. അതെയോ സ്റ്റീവിനും കൊടുത്തോ? ഞങ്ങള് കഴിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടമാണോ? കമന്റ് ചെയ്യണേ. ഇഷ്ടമായ ഗ്രേസു? സൂപ്പർ. ചമ്മന്തി മുറിക്കാലോ? ചമ്മന്തിക്ക് എരിവില്ലധികം. അപ്പയ്ക്കും അങ്ങനെ കുഴച്ച് മറിച്ച് കൊടുത്തതാ. നല്ല എരിവുണ്ട് മോളെ. അത് ചേട്ടന് ഞാൻ കൊറേ ചമ്മന്തി ഇട്ടു. ചേട്ടൻ ആ ഒരു എരിവ് ഇനി കട്ടൻ ചായ കുടിച്ചാണോ? അടിപൊളി. എരിവിന്റെ കൂടെ ഈ കട്ടൻ ചായ കൂടി ചെന്നാ സൂപ്പർ ആയിരിക്കും. എന്തായാലും കൊള്ളാം. അപ്പൊ ഇച്ചിരി കൂടി വേണമെങ്കിൽ ചേമ്പ് വേവാട്ടോ. നമ്മൾ കൈ കൊണ്ട് ഞെക്കുമ്പോ അങ്ങോട്ട് കണ്ടോ, അങ്ങോട്ട് ഇങ്ങനെ ഉടഞ്ഞു വന്നുള്ളൂ. പക്ഷെ നല്ല രസം. ചമ്മന്തി കൂട്ടി കഴിക്കണം. ഇത് മാത്രോ? ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചേട്ടാ അവന് കൊടുക്കാൻ. ഉടച്ചെന്നായിങ്ങനെ ഇത് നല്ലോണം വെന്തുണ്ട്. ചൂടുള്ളവനെ കൈ കൊണ്ട് അമർത്തുമ്പോ കൈമ പിടിക്കുന്നു. ഇത് അത്യാവശ്യം നല്ലോണം വെന്തുണ്ട്. അവൾക്ക് ഇതൊക്കെ ഇത് അല്ല ഇങ്ങനെ പലതിനും പല വേഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൂടുണ്ട്. വീഡിയോ അവസാനിപ്പിച്ചാലോ? ബാക്കി വിശേഷം വൈകുന്നേരം കാണാം. ബൈ ബൈ. 8:30. ബൈ ബൈ. ബൈ ബൈ.